പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാനൊരുങ്ങി തൃശൂർ. വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്ത് നാളെ ഉച്ചതിരിഞ്ഞ് 3-ന് നടക്കുന്ന മഹിളാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. നാളെ രാവിലെ 11 മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാരെ അധിക്ഷേപിച്ച മന്ത്രി സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്തിരിക്കാൻ പറ്റിയ ആളല്ലെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യൻ. മാനസിക നില തെറ്റിയ ആളെ മന്ത്രിസഭയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് മുഖ്യമന്ത്രി പരിശോധിക്കണമെന്നും ജോർജ്. തൃശൂർ പൂരത്തിന് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ചെരുപ്പ് ധരിച്ചെത്തുന്നതിന് വിലക്കേർപ്പെടുത്തി ഹൈക്കോടതി. വിധിയിൽ വ്യക്തതയില്ലെന്നും വിധി നടപ്പാക്കുന്നത് പ്രായോഗികമല്ലെന്നും ക്ഷേത്രമുപദേശക സമിതി. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വ്യാഴാഴ്ച കൊല്ലത്ത് തുടക്കമാകും. 239 ഇനങ്ങളിലായി 14,000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. സ്വർണ്ണക്കപ്പിന് തൃശൂരിൽ ആവേശോജ്വലമായ സ്വീകരണം. പാടൂർ ഇടിയഞ്ചിറ റെഗുലേറ്റർ നവീകരണത്തിന്റെ ഭാഗമായി സിവിൽ ജോലികൾക്കുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായി. കുറഞ്ഞ എസ്റ്റിമേറ്റ് സമർപ്പിച്ച നാഗ്പൂരിലെ സ്വകാര്യ കമ്പനിയുടെ ടെൻഡറാണ് വിളിച്ചത്. നമസ്കാരം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാനൊരുങ്ങി തൃശൂർ. വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്ത് നാളെ ഉച്ചതിരിഞ്ഞ് 3-ന് നടക്കുന്ന മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനാണ് മോദി തൃശൂരിൽ എത്തുന്നത്. മോദിയെ വരവേൽക്കാൻ മികച്ച ഒരുക്കങ്ങളിലാണ് ബി.ജെ.പി. ഫ്ലെക്സുകളും കൊടിതോരണങ്ങളാലും നഗരം ഇതിനോടകം നിറഞ്ഞു കഴിഞ്ഞു. സമ്മേളനത്തിന്റെ വരവറിയിച്ച് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മഹിളാ മോർച്ചയുടെയും ബി.ജെ.പിയുടെയും നേതൃത്വത്തിൽ നിരവധി പരിപാടികളും സംഘടിപ്പിച്ചു വരികയാണ്. പ്രധാനമന്ത്രിക്ക് സ്വാഗതമരുളി തൃശൂർ തെക്കേ ഗോപുരനടയിൽ തിങ്കളാഴ്ച മെഗാ തിരുവാതിരക്കളി അരങ്ങേറിയിരുന്നു. മഹിളാ മോർച്ച പ്രവർത്തകരുടെ ബൈക്ക് റാലി അടക്കമുള്ള പ്രചരണ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. വനിതാ സംവരണ ബിൽ പാസാക്കിയ ശേഷം നടക്കുന്ന രാജ്യത്തെ ആദ്യ മഹിളാ സമ്മേളനമാണ് തൃശൂരിലേത് എന്നതും ശ്രദ്ധേയമാണ്. ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് മോദിയുടെ വരവോടെ സംസ്ഥാനത്ത് തുടക്കം കുറിക്കാനാണ് ബി.ജെ.പി. സംസ്ഥാന ഘടകം ലക്ഷ്യം വെക്കുന്നത്. നിലവിൽ സുരേഷ് ഗോപിയെ ഉയർത്തിക്കാട്ടിയുള്ള രാഷ്ട്രീയ സാമൂഹിക പരിപാടികൾക്കും ഇതിനോടകം പാർട്ടി നേതൃത്വം നൽകി വരികയാണ്. സമ്മേളനത്തിന്റെ ഭാഗമായി വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്തിന്റെ നായ്ക്കനാൽ പരിസരത്ത് വേദി സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. എസ്.പി.ജി. കമാൻഡോസിന്റെ നേതൃത്വത്തിലുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ വേദിയുടെയും പരിസരത്തിന്റെയും സുരക്ഷാ ചുമതലകൾ ഏറ്റെടുത്തു കഴിഞ്ഞു. സ്വരാജ് റൗണ്ടും പരിസരവും കനത്ത സുരക്ഷയിലാണ്. ഫുട്പാത്തുകളിൽ ബാരിക്കേഡുകൾ നിരത്തിയും വേദിക്ക് ചുറ്റും ഷീറ്റുകൾ വെച്ച് മറച്ചിട്ടുമുണ്ട്. കുട്ടനെല്ലൂർ ഗവൺമെന്റ് കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്ന മോദി തൃശൂർ ജനറൽ ആശുപത്രി പരിസരം മുതൽ റോഡ് ഷോ ആയി ജനങ്ങളെയും പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്താകും റൗണ്ടിലൂടെ വേദിയിലേക്ക് എത്തുക. സന്ദർശനത്തിന്റെ ഭാഗമായി ബുധനാഴ്ച രാവിലെ മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണമുണ്ടാകും. ഒപ്പം തൃശൂർ താലൂക്ക് പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബുധനാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. TCV തൃശൂർ. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ബുധനാഴ്ച രാവിലെ 11 മണി മുതൽ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് ട്രാഫിക് പോലീസ് അറിയിച്ചു. സുരക്ഷ മുൻനിർത്തി രാവിലെ മുതൽ സ്വരാജ് റൌണ്ടിലും സമീപ റോഡുകളിലും വാഹന പാർക്കിംഗ് അനുവദിക്കില്ല. ദേശീയപാതയിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാലക്കാട് നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്ന വലിയ വാഹനങ്ങൾ മുടിക്കോട് നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ചിറക്കേക്കോട് വഴി പോകേണ്ടതാണ്. കോഴിക്കോട് നിന്ന് എറണാകുളം ഭാഗത്തേക്ക് വരുന്ന വലിയ വാഹനങ്ങൾ പൊന്നാനി വഴി പോകേണ്ടതാണ്. കോഴിക്കോട് ഭാഗത്തു നിന്നും പാലക്കാട് ഭാഗത്തേക്ക് പോകേണ്ട വലിയ വാഹനങ്ങൾ പെരുമ്പിലാവിൽ നിന്ന് തിരിഞ്ഞ് പട്ടാമ്പി റോഡ് വഴി പോകേണ്ടതാണെന്നും ട്രാഫിക് പോലീസ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനത്തോടനുബന്ധിച്ച് നടുവിലാലിൽ മേളവിരുന്ന് ഒരുക്കി. മേള പ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിൽ 101 വാദ്യകലാകാരന്മാർ മേളത്തിന് അണിനിരന്നു. രാധാമോഹൻ അഗർവാൾ MP മേളവിരുന്നിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ബി.ജെ.പി. നേതാക്കളായ B. ഗോപാലകൃഷ്ണൻ, P.K. കൃഷ്ണദാസ്, ചലച്ചിത്ര നടൻ ദേവൻ, ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K.K. അനീഷ് കുമാർ, MS സമ്പൂർണ തുടങ്ങിയവർ ചേർന്ന് മേള കലാകാരന്മാരെ ഷാൾ അണിയിച്ച് ആദരിച്ചു. തുടർന്ന് കിഴക്കൂട്ടനിയന്മാരുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ മേള വിസ്മയം ആസ്വാദകർക്ക് ആവേശമായി.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി അകമ്പടി വാഹനങ്ങളുടെ ട്രയൽ റൺ നടന്നു. കുട്ടനെല്ലൂർ ഹെലിപ്പാഡ് മുതൽ തൃശൂർ സ്വരാജ് റൌണ്ട് വരെയാണ് ഗതാഗതം നിയന്ത്രിച്ച് ട്രയൽ റൺ നടത്തിയത്. റോഡിൽ പല ഭാഗത്തും പോലീസ് ബാരിക്കേഡ് കെട്ടി ആളുകളെയും വാഹനങ്ങളെയും നിയന്ത്രിച്ചു. അപ്രതീക്ഷിതമായി വാഹനങ്ങൾ തടഞ്ഞതോടെ യാത്രക്കാരും കുരുക്കിലായി. 3000-ഓളം പോലീസുകാരെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി നിയോഗിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാരെ അധിക്ഷേപിച്ച മന്ത്രി സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്തിരിക്കാൻ പറ്റിയ മാനസികാവസ്ഥയുള്ളയാൾ അല്ലെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യൻ പറഞ്ഞു. ബിജെപി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാനസിക നില തെറ്റിയ ആളെ മന്ത്രിസഭയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് മുഖ്യമന്ത്രി പരിശോധിക്കണമെന്നും ജോർജ് ആവശ്യപ്പെട്ടു. സജി ചെറിയാൻ ആദ്യം ഭരണഘടനയെ ലംഘിച്ചു. ഇപ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തെയും ബിഷപ്പുമാരെയും അടച്ചാക്ഷേപിച്ചിരിക്കുകയാണ്. രണ്ടു സമുദായങ്ങളെ തമ്മിലടുപ്പിക്കാൻ മന്ത്രി മനഃപൂർവ്വം ശ്രമിക്കുകയാണെന്ന് ജോർജ് കുര്യൻ കുറ്റപ്പെടുത്തി. നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ബിജെപിയിൽ 5 ക്രിസ്ത്യൻ എംഎൽഎമാരാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നത് 45 ഉയർന്നു. മണിപ്പൂർ കലാപത്തെ സിപിഎം വർഗീയവൽക്കരിക്കാനാണ് ശ്രമിച്ചതെന്നും ജോർജ് കുര്യൻ ആരോപിച്ചു. മനഃപൂർവ്വം ശ്രമിക്കുകയാണ്. അപ്പോൾ സത്യപ്രതിജ്ഞ ലംഘനമാണ്. മാത്രമല്ല, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പക ക്രിസ്ത്യൻ ബിഷപ്പുമാരോടും സമുദായത്തോടുമുള്ള പക PFI നിരോധിക്കപ്പെട്ടത് പാലാ ബിഷപ്പ് ഹൗസിന് മുമ്പിൽ PFI നടത്തിയ അവരുടെ ഭീകരമായിട്ടുള്ള ആ പ്രകടനം അതാണ് ഒരു കാരണമെന്ന് മാർക്സിസ്റ്റ് പാർട്ടി വിശ്വസിക്കും. അതുകൊണ്ട് ഏതൊക്കെ അവസരം വന്നാലും ബിഷപ്പുമാരെ അവര് ആക്ഷേപിക്കുക. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്തത് തെറ്റായിപ്പോയി എന്നാണ് അവർ പറയുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയാണ്. ഭരണഘടനാനുസൃതമായിട്ടുള്ള പ്രക്രിയയുടെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. അതിനെ എന്തിനാണ് അദ്ദേഹം ചോദ്യം ചെയ്യുന്നത്? മാത്രമല്ല, ബോംബെയിലെ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഓസ്വാൾ ഗ്രേഷ്യസ്, അതുപോലെ തന്നെ ഇംഫാൽ ആർച്ച് ബിഷപ്പ് ഡൊമിനിക് ലുമൻ, ഇവർ രണ്ടുപേരും മാസങ്ങൾക്ക് മുമ്പ് തന്നെ, അതായത് മണിപ്പൂർ കലാപം തുടങ്ങിയിട്ട് ഏതാനും മാസം കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു ആ കലാപത്തിന് മതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ് അവർ പറഞ്ഞത്. അത് ഗോത്രങ്ങൾ തമ്മിലുള്ള വിഷയമാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ബിഷപ്പ്. തൃശൂർ പൂരത്തിന് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ചെരുപ്പ് ധരിച്ചെത്തുന്നതിന് വിലക്കേർപ്പെടുത്തി ഹൈക്കോടതി. ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, ജി ഗിരീഷ് എന്നിവരടങ്ങുന്ന ദേവസ്വം ബെഞ്ചാണ് സുപ്രധാന വിധി പുറപ്പെടുവിച്ചത്. പൂരം ദിവസങ്ങളിൽ ബന്ധപ്പെട്ടവരെല്ലാം ഇത് അർഹിക്കുന്ന ഗൌരവത്തോടെ പാലിക്കണം. ക്ഷേത്രത്തിൽ ആചാരങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും വിധേയമായി വേണം ആരാധനയെന്നും ചെരുപ്പ് ധരിച്ചുള്ള ആളുകളുടെ വരവ് അനുവദിക്കരുതെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വർഷത്തെ പൂരത്തിന് ആചാരവിരുദ്ധമായ സംഭവങ്ങളുണ്ടായെന്ന് ചൂണ്ടിക്കാണിച്ച് തൃശൂർ സ്വദേശി കെ നാരായണൻകുട്ടി ഹർജി നൽകിയിരുന്നു. തെക്കേ ഗോപുരനടയിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ തള്ളിയെന്നും പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ കിടക്കുന്നുവെന്നുമുള്ള മാധ്യമ വാർത്തയിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുകയും ചെയ്തു. ഈ 2 കേസുകൾ പരിഗണിച്ചാണ് ഹൈക്കോടതി സുപ്രധാന ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇത് സംബന്ധിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡ് നൽകിയ വിശദീകരണം ഹൈക്കോടതി അംഗീകരിച്ചു. മാംസാഹാരമടക്കമുള്ള ഭക്ഷണാവശിഷ്ടങ്ങൾ തള്ളുന്ന സംഭവം ഉണ്ടായിട്ടില്ലെന്നും പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ നീക്കുന്നുണ്ടെന്നും ബോർഡ് കോടതിയെ അറിയിച്ചു. തേക്കിൻകാട് മൈതാനം പ്ലാസ്റ്റിക് വിമുക്തമാണെന്ന് ഉറപ്പാക്കാൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറിക്കും മൈതാനത്ത് പരിസ്ഥിതി സുരക്ഷാ നിലവാരം പാലിക്കുന്നുണ്ടെന്ന് കോർപ്പറേഷൻ സെക്രട്ടറിക്കും കോടതി നിർദ്ദേശം നൽകി. അതേസമയം വിധിയിൽ വ്യക്തതയില്ലെന്നും വിധി നടപ്പാക്കുന്നത് പ്രായോഗികമല്ലെന്നും ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി TR ഹരിഹരൻ പറഞ്ഞു. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വ്യാഴാഴ്ച കൊല്ലത്ത് തുടക്കമാകും. കൊല്ലം ആശ്രാമം മൈതാനമാണ് പ്രധാന വേദി. 5 ദിവസങ്ങളിലായി 24 വേദികളിലാണ് മത്സരങ്ങൾ നടക്കുക. 239 ഇനങ്ങളിലായി 14,000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. വ്യാഴാഴ്ച രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. 8-ന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ നടൻ മമ്മൂട്ടി മുഖ്യാതിഥിയാകും. കലോത്സവത്തിൽ പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ പാലിക്കും. ഇത്തവണയും പഴയിടം മോഹനൻ നമ്പൂതിരിക്ക് തന്നെയാണ് ഭക്ഷണ ചുമതല. വെജിറ്റേറിയൻ ഭക്ഷണമാണ് നൽകുക. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 117.5 പവൻ തൂക്കമുള്ള ട്രോഫിക്ക് തൃശൂർ മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വീകരണം നൽകി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന സ്വീകരണ ചടങ്ങിന് ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെയാണ് ട്രോഫിയെ സ്കൂളിലേക്ക് വരവേറ്റത്. സ്വീകരണ യോഗത്തിൽ വിദ്യാഭ്യാസ ഉപഡയറക്ടർ D ഷാജിമോൻ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരായ ഡോക്ടർ A അൻസാർ, സോണി അബ്രഹാം, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PJ ബിജു, സുനിൽകുമാർ, MJ സാദിഖ് തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപക സംഘടനാ പ്രതിനിധികൾ,
പ്രധാന അധ്യാപകർ, സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുന്നവർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കോഴിക്കോട് നിന്ന് വാഹനങ്ങളുടെ അകമ്പടിയോടെ എത്തിയ ട്രോഫിക്ക് ജില്ലയിൽ തൃശൂരിന് പുറമെ ചെറുതുരുത്തിയിലുമാണ് സ്വീകരണം നൽകിയത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായുള്ള തയ്യാറെടുപ്പുകളിലാണ് ജില്ലയിൽ നിന്നുള്ള മത്സര സംഘങ്ങൾ. ജില്ലയിലെ മികവ് സംസ്ഥാന വേദിയിലും ആവർത്തിക്കാനുള്ള മികച്ച പരിശീലനത്തിലാണ് തൃശൂർ സേക്രഡ് ഹാർട്ട് സ്കൂളിലെ നാടക സംഘവും. നാടകം സ്കൂട്ടർ. പാറുവും സുനിക്കുട്ടനും ഗഗാറിൻ സുഭാഷും മെമ്പർ ഉൽപ്പലാക്ഷനും പീതാംബരേട്ടനും സുമതിയേച്ചിയുമെല്ലാം തട്ടിൽ തിരക്കിലാണ്. പാറുവിനുള്ള സ്കൂട്ടർ വണ്ടി തയ്യാറാക്കുന്ന തിരക്കിൽ. ഒപ്പം കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികവ് കാട്ടാനും. പാറുവിനൊരു വണ്ടി, അത് സ്കൂട്ടർ വണ്ടി. പാറുവിനൊരു വണ്ടി, അത് സ്കൂട്ടർ വണ്ടി. ഹൈസ്കൂൾ വിഭാഗം മലയാളം നാടക മത്സരത്തിൽ ജില്ലയെ പ്രതിനിധീകരിക്കുന്നത് ഇക്കുറിയും തൃശൂർ സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ ഈ കുട്ടി സംഘമാണ്. ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടിയതിനൊപ്പം മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് സ്കൂട്ടർ എന്ന ഇവരുടെ നാടകത്തിലെ കേന്ദ്ര കഥാപാത്രമായ പാറുവാണ്. അതുകൊണ്ട് തന്നെ വലിയ സന്തോഷത്തിലും പ്രതീക്ഷയിലുമാണ് പാറുവിനെ അരങ്ങിലെത്തിച്ച പാർവതി. സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റിയ നല്ല സന്തോഷമുണ്ട്. സേക്രഡ് ഹാർട്ട്സ് സ്കൂൾ എല്ലാ കൊല്ലവും പോവാറുണ്ട്. ഇപ്രാവശ്യം ഞങ്ങൾക്ക് പോകാൻ പറ്റിയതിലും സന്തോഷമുണ്ട്. ഉള്ളുപൊള്ളയായ പരസ്യമെന്ന മായിക ലോകത്തെ തുറന്നു കാട്ടുന്ന നാടകത്തിന്റെ രചനയും സംഗീതവും നിർവഹിച്ചത് മിഥുൻ മലയാളമാണ്. കലോത്സവ വേദികളിലെ നിറസാന്നിധ്യമായ ഈ കലാകാരന്റേതായി മറ്റ് ജില്ലകളിൽ നിന്നടക്കം 20ഓളം കലാവതരണങ്ങൾ സംസ്ഥാന വേദിയിൽ ഉണ്ടാകുമെന്നതും ശ്രദ്ധേയമാണ്. നമ്മൾ മുൻപ് എഴുതി വെച്ചൊരു നാടകം വന്ന് കളിക്കുകയല്ല ചെയ്തത്. ഇവരെന്താണെന്ന് മനസ്സിലാക്കി ഇവർക്ക് വേണ്ടി ഒരു നാടകം എഴുതപ്പെടേണ്ടായത്. അതുകൊണ്ട് തന്നെ മത്സരിക്കുക എന്നല്ല, ആളുകൾക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളത് മാത്രമായിരുന്നു ഈ നാടകം എഴുതുമ്പോൾ മനസ്സിലുണ്ടായിരുന്നത്. ജില്ല കടന്ന് പോകുന്നതിലും വലിയ സന്തോഷം. കലോത്സവ സ്കിറ്റുകളിലൂടെയും ഹയർ സെക്കൻഡറി വിഭാഗം നാടകത്തിലൂടെയും ഇതിനോടകം ശ്രദ്ധിക്കപ്പെട്ട KD സനേഷ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഹൈസ്കൂൾ വിഭാഗം നാടകം കൂടിയാണിത്. ഒരുപാട് വെല്ലുവിളിയോട് കൂടിയിട്ടാണ് ഹൈസ്കൂൾ നാടകം, മലയാള നാടകം ഏറ്റെടുത്തത്. ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ നടക്കുന്നതാണ് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഒന്നാം സ്ഥാനത്തോടെ നമുക്ക് കടക്കാൻ പറ്റിയത് തന്നെ വലിയ സന്തോഷം. A ഗ്രേഡ് കിട്ടുക എന്നുള്ളതാണ്, കളിക്കുക എന്നുള്ളതാണ്, പങ്കെടുക്കുക എന്നുള്ളതാണ് കുട്ടികളെ ഏറ്റവും വലിയ ഭാഗ്യമാണത്. അവർക്കൊക്കെ ഒരു മെമ്മറിയാണ് സ്കൂൾ കാലഘട്ടത്തിൽ. നന്ദന, ഏകന, വിസ്മയ, ആൻമേരി, ജുവൽ, അൽന, അക്സ, അനുശ്രീ, ബിസ്മിക് എന്നിവരാണ് സ്കൂട്ടറിനെ അരങ്ങിലെത്തിക്കുന്ന കുട്ടിക്കലാകാരികൾ. മികച്ച പരിശീലനവുമായി സംസ്ഥാന കലോത്സവത്തിൽ മിന്നിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പാറുവിന്റെ സ്കൂട്ടർ. സേക്രഡ് ഹാർട്ടിലെ കലോത്സവത്തിനുള്ള തയ്യാറെടുപ്പ് വേദിയിൽ നിന്നും ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചറ, TCV. പാടൂർ ഇടിയഞ്ചിറ റെഗുലേറ്റർ നവീകരണത്തിന്റെ ഭാഗമായി സിവിൽ ജോലികൾക്കുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായി. 4 ടെൻഡറുകൾ വന്നതിൽ കുറഞ്ഞ എസ്റ്റിമേറ്റ് സമർപ്പിച്ച നാഗ്പൂരിലെ സ്വകാര്യ കമ്പനിയുടെ ടെൻഡറാണ് വിളിച്ചത്. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി 2.2 കോടി രൂപയുടെ വർക്കുകൾക്ക് 8 ലക്ഷം രൂപ കുറവുള്ള 1.94 കോടി രൂപയുടെ എസ്റ്റിമേറ്റാണ് ഇവർ സമർപ്പിച്ചത്. കരാർ നടപടികൾ ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാകും. മെക്കാനിക്കൽ ജോലികളുടെ ടെൻഡറും പൂർത്തിയായി കരാർ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. മുല്ലശ്ശേരി KLDC കനാലിൽ ഇടിയഞ്ചിറ റെഗുലേറ്ററിന് സമീപം കിഴക്ക് ഭാഗത്ത് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ താൽക്കാലിക വളയം ബണ്ടിന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. റെഗുലേറ്ററിന്റെ പടിഞ്ഞാറ് ഭാഗത്തും വളയം ബണ്ട് കെട്ടിയ ശേഷമാകും നിർമ്മാണം തുടങ്ങുക. റെഗുലേറ്ററിന്റെ സിവിൽ മെക്കാനിക്കൽ ജോലികൾ ഒന്നിച്ചു നടത്താനാണ് ഉദ്ദേശിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. 1 മാസത്തിനുള്ളിൽ പണി പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. സിവിൽ ജോലികളുടെ ഭാഗമായി റെഗുലേറ്റർ ഷട്ടറിന്റെ ഏപ്രം കോൺക്രീറ്റ് ഉപയോഗിച്ച് ബലപ്പെടുത്തും. ഷട്ടറിനടിയിലൂടെ വെള്ളം കടക്കാതിരിക്കാൻ കട്ട് ഓഫ് വാളും നിർമ്മിക്കും. ഷട്ടറിന്റെ പില്ലറുകൾ ബലപ്പെടുത്തും. മെക്കാനിക്കൽ ജോലികളുടെ ഭാഗമായി കേടുപാടുകളുള്ള ഷട്ടറുകൾ മാറ്റി സ്ഥാപിക്കും. മറ്റുള്ള ഷട്ടറുകൾ അറ്റകുറ്റപ്പണികൾ നടത്തി നവീകരിക്കും. ഷട്ടറുകൾ മോട്ടോർ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാനുള്ള സംവിധാനവും ഒരുക്കും. ഇതോടൊപ്പം ജനറേറ്ററും അനുബന്ധ മുറിയും സജ്ജീകരിക്കും. ഇടിയഞ്ചിറ റെഗുലേറ്റർ നവീകരണത്തിന് 2019 ബജറ്റിലാണ് ഫണ്ട് അനുവദിച്ചത്. 4 വർഷത്തിന് ശേഷമാണ് പദ്ധതി ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നത്. TCV പാവറട്ടി. ഒല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിനും പ്ലാറ്റ്ഫോമിനുമിടയിൽ കാൽ കുടുങ്ങി വിദ്യാർത്ഥികൾക്ക് പരിക്ക്. ആലുവ സ്വദേശികളായ ഫർഹാൻ, ഷമീം എന്നിവർക്കാണ് പരിക്കേറ്റത്.
ട്രെയിനിന്റെ ചവിട്ടുപടിയിലിരുന്ന് കാൽ താഴേക്കിട്ട് യാത്ര ചെയ്യുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. കാലിന് സാരമായി പരിക്കേറ്റ ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സുഹൃത്തുക്കൾക്കൊപ്പം വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങിയിരുന്നവരാണ് അപകടത്തിൽപ്പെട്ടത്. കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് മധ്യവയസ്കയായ വീട്ടമ്മ. വാടക വീട്ടിൽ കഴിയുന്ന തെക്കിനിയടത്ത് പടിവിട്ടുകുടി ഉണ്ണികൃഷ്ണൻ ഭാര്യ മിനിയാണ് ഉദാരമതികളുടെ സഹായം തേടുന്നത്. 9 വർഷങ്ങൾക്ക് മുൻപ് പനിയും ക്ഷീണവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് മിനി ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയപ്പോഴാണ് കിഡ്നി ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന രോഗം തിരിച്ചറിഞ്ഞത്. പിന്നീട് അമല ആശുപത്രി, തൃശൂർ സൺ ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലായിരുന്നു ചികിത്സ. ഇതിനിടയിൽ ലക്ഷങ്ങളാണ് ചികിത്സയ്ക്കായി ചിലവഴിച്ചത്. ഹോട്ടൽ ജോലി ചെയ്ത് കുടുംബം പോറ്റിയിരുന്ന ഉണ്ണികൃഷ്ണന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ചികിത്സാ ചിലവ്. ഒരു മാസം 10,000 രൂപയോളം മരുന്നുകൾക്ക് മാത്രമായി ചിലവ് വരുന്നുണ്ട്. മിനിക്ക് തയ്യൽ ജോലി അറിയാമെങ്കിലും രോഗം മൂലം ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റിവെക്കുവാൻ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. ഇതിനായി 6.5 ലക്ഷം രൂപയാണ് ചിലവ്. കിഡ്നി നൽകുവാൻ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ തയ്യാറാണെങ്കിലും ആവശ്യമായ തുക എങ്ങനെ കണ്ടെത്തുമെന്നുള്ള വിഷമത്തിലാണ് കുടുംബം. വാർഡ് മെമ്പർ സുഹ്റ ബക്കർ കൺവീനറായും വത്സലൻ പുന്നയൂർ ചെയർമാനായും ഒരു സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. വടക്കേക്കാട് ഫെഡറൽ ബാങ്കിലെ 188901011511 എന്ന അക്കൗണ്ട് നമ്പറിൽ സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV പുന്നയൂർകുളം. മലപ്പുറം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ കൊടുങ്ങല്ലൂർ സ്വദേശി കുഴഞ്ഞു വീണ് മരിച്ചു. എറിയാട് പനങ്ങാട്ട് 50 വയസ്സുള്ള ബിജുവാണ് മരിച്ചത്. പ്ലാറ്റ്ഫോമിൽ കുഴഞ്ഞു വീണ ബിജുവിനെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും നാട്ടുകാരും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നവകേരള സദസ്സിൽ ലഭിച്ച പരാതികളിൽ തീർപ്പ് കൽപ്പിച്ച് നൽകിയിട്ടും ചുമതലയുള്ള ഒരു വിഭാഗം ഉദ്യോഗസ്ഥരുടെ അലംഭാവം മൂലം പരാതികളിൽ പലതും പരിഹരിക്കപ്പെടുന്നില്ലെന്ന് പരാതി ഉയരുന്നു. അരിമ്പൂരിൽ വഴിയരികിൽ ഉപേക്ഷിച്ച നിലയിൽ കിടന്നിരുന്ന 2 ഓട്ടോറിക്ഷകൾ മാറ്റാനായി നവകേരള സദസ്സിൽ പരാതി നൽകിയതിനെ തുടർന്ന് ഓട്ടോറിക്ഷകൾ അടിയന്തരമായി നീക്കം ചെയ്യാൻ പോലീസിന് കത്ത് നൽകിയതായി PWD പരാതിക്കാരൻ അറിയിച്ചിരുന്നു. പ്രശ്നങ്ങൾ പരിഹരിച്ചതായി പരാതിക്കാരന് SMS-ഉം വന്നു. എന്നാൽ അറിയിപ്പ് ലഭിച്ച് 11 ദിവസം കഴിഞ്ഞിട്ടും കാര്യമായ പുരോഗതിയുണ്ടായില്ല. തങ്ങൾക്ക് ഒരു നിർദ്ദേശവും ഇക്കാര്യത്തിൽ ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം. പരാതിക്കാരെ അവഹേളിക്കുന്ന രീതിയാണ് നടപടിയെടുക്കേണ്ട PWD ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാണ് ആക്ഷേപം ഉയരുന്നത്. ഒല്ലൂരിൽ നിന്ന് കാണാതായ യുവാവിനെ പാലപ്പിള്ളി എലിക്കോട് കുറുമാലിപ്പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഒല്ലൂർ അഞ്ചേരി കടവാരത്ത് വീട്ടിൽ 40 വയസ്സുള്ള ബിജീഷാണ് മരിച്ചത്. എലിക്കോട് ആട്ടുപാലത്തിന് സമീപം അഴുകിയ നിലയിൽ കണ്ട മൃതദേഹം ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഇയാളെ കാണാതായതിനെ തുടർന്ന് വീട്ടുകാരുടെ പരാതിയിൽ ഒല്ലൂർ പോലീസ് കേസെടുത്തിരുന്നു. 2 സുഹൃത്തുക്കളോടൊപ്പം പുഴയിൽ കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ടാണ് മരണമെന്നാണ് നിഗമനം. ബിജീഷ് കുളി കഴിഞ്ഞ് പോയെന്നാണ് കൂടെയുണ്ടായിരുന്നവർ കരുതിയത്. കാണാതായി 2 ദിവസം കഴിഞ്ഞാണ് സുഹൃത്തുക്കൾ പാലപ്പിള്ളിയിലെത്തിയ വിവരം പുറത്തു പറയുന്നത്. വരന്തരപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച യുവാവ് അറസ്റ്റിലായി. ചാലക്കുടി വെട്ടുകടവ് സ്വദേശി കല്ലുപറമ്പിൽ ഷമീറിനെയാണ് ചാലക്കുടി ഇൻസ്പെക്ടർ KS സന്ദീപ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ നവംബറിൽ ഷമീറിനെ കാപ്പ ചുമത്തി നാട് കടത്തിയിരുന്നു. ഉത്തരവ് ലംഘിച്ച് 2 ആഴ്ചയായി ഇയാൾ നഗരത്തിലെത്തിയതിനെ തുടർന്നാണ് അറസ്റ്റ്. ഇനി വാണിജ്യം. ശ്രീ ഗോകുലം ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിന്റെ ഏറ്റവും പുതിയ സംരംഭമായ ഗോകുലം പാർക്ക് ഗുരുവായൂരിൽ പ്രവർത്തനം തുടങ്ങി. ഗോകുലം ഗ്രൂപ്പിന്റെ 20ാമത്തെ ഹോട്ടലായ ഗോകുലം പാർക്കിന്റെ ഉദ്ഘാടനം മന്ത്രി PM മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ, TN പ്രതാപൻ MP, നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, മമ്മിയൂർ ദേവസ്വം ചെയർമാൻ GK പ്രകാശ്, ഗുരുവായൂർ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ശ്രീകണ്ഠൻ നായർ, കോർപ്പറേറ്റ് ജനറൽ മാനേജർ ജയറാം രാജൻ, ജനറൽ മാനേജർ പ്രവീൺ വാര്യർ തുടങ്ങിയവർ സംസാരിച്ചു. ഗോകുലം ഗ്രൂപ്പിന്റെ ഗുരുവായൂരിലെ 4ാമത്തെ ഹോട്ടലായ ഗോകുലം പാർക്ക് 4 സ്റ്റാർ കാറ്റഗറിയിലാണ് പ്രവർത്തിക്കുക. വിവാഹങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ആഘോഷങ്ങളും നടത്താൻ തക്ക സൗകര്യത്തിൽ 1,20,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് ഗോകുലം പാർക്ക് ഒരുക്കിയിട്ടുള്ളത്.
അണ്ടർഗ്രൗണ്ട് പാർക്കിംഗിൽ 2 നിലകളിലായി 100 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യമുണ്ട്. അത്യാഡംബരപൂർവ്വം സജ്ജീകരിച്ചിരിക്കുന്ന ബാങ്ക്വറ്റ് ഹാൾ ഗോകുലം പാർക്കിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ്. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറന്റും ഓപ്പൺ ഏരിയ റെസ്റ്റോറന്റും ക്രമീകരിച്ചിട്ടുണ്ട്. സ്യൂട്ട് റൂമുകൾ ഉൾപ്പെടെ 51 ലക്ഷറി മുറികളാണ് ഉള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാനൊരുങ്ങി തൃശൂർ. വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്ത് നാളെ ഉച്ചതിരിഞ്ഞ് 3-ന് നടക്കുന്ന മഹിളാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. നാളെ രാവിലെ 11 മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാരെ അധിക്ഷേപിച്ച മന്ത്രി സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്തിരിക്കാൻ പറ്റിയ ആളല്ലെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യൻ. മാനസിക നില തെറ്റിയാളെ മന്ത്രിസഭയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് മുഖ്യമന്ത്രി പരിശോധിക്കണമെന്നും ജോർജ്. തൃശൂർ പൂരത്തിന് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ചെരുപ്പ് ധരിച്ചെത്തുന്നതിന് വിലക്കേർപ്പെടുത്തി ഹൈക്കോടതി. വിധിയിൽ വ്യക്തതയില്ലെന്നും വിധി നടപ്പാക്കുന്നത് പ്രായോഗികമല്ലെന്നും ക്ഷേത്രം ഉപദേശക സമിതി. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വ്യാഴാഴ്ച കൊല്ലത്ത് തുടക്കമാകും. 239 ഇനങ്ങളിലായി 14,000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. സ്വർണ്ണക്കപ്പിന് തൃശൂരിൽ ആവേശോജ്വലമായ സ്വീകരണം. പാടൂർ ഇടിയഞ്ചിറ റെഗുലേറ്റർ നവീകരണത്തിന്റെ ഭാഗമായി സിവിൽ ജോലികൾക്കുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായി. കുറഞ്ഞ എസ്റ്റിമേറ്റ് സമർപ്പിച്ച നാഗ്പൂരിലെ സ്വകാര്യ കമ്പനിയുടെ ടെൻഡറാണ് വിളിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.